ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ്. പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പം ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും പ്രധാനപ്പെട്ടതാണ്. PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2024 ഒളിമ്പിക്സിന് വേദിയായ നഗരം. 2024 ഒളിമ്പിക്സിന് വേദിയായ നഗരം ഏതാണ്? പാരീസ് ആണ്. പാരീസ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ ഏതായിരുന്നു? പ്രഗ്യാനാണ്. പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ S. സോമനാഥ് ആണ്. S. സോമനാഥ് നിലവിലെ ISRO ചെയർമാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്. അമൃതം ആരോഗ്യം. പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. എന്താണ് പ്രത്യേകത? ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ്. അമൃതം ആരോഗ്യം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ NCRBയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹം IRS-1A ആണ്. IRS-1A ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രണൈസ്ഡ് ഉപഗ്രഹമാണ് IRS-1A. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല വിശ്വഭാരതി സർവകലാശാലയാണ്. വിശ്വഭാരതി സർവകലാശാല. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 107 മെഡലുകളാണ് ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ചത്. നീതി ആയോഗ് CEO ആരാണ്? നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇപ്പോൾ ഇടുക്കിയായിരുന്നു. ഇതിനു മുമ്പ് ഏതായിരുന്നു? പാലക്കാടായിരുന്നു. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകാനായിട്ട് കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? വില്ലേജ് ഇടമലക്കുടിയാണ്. ഇടമലക്കുടി വില്ലേജ് ആണ് ഇടുക്കിയോടൊപ്പം കൂട്ടിച്ചേർത്തത്. ഇടമലക്കുടി. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ. എത്ര സീറ്റുകളാണ്? 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര്. എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ്? 106ാമത്തെ ഭേദഗതി പ്രകാരമാണ്. നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ്. നാരി ശക്തി വന്ദൻ അധിനിയം. ഒന്നുകൂടി വായിക്കാം. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾക്കായി 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാമത്തെ ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം.
ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡാണ്. ഫിൻലാൻഡ്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച ഡേറ്റ് 2023 സെപ്റ്റംബർ 28-നാണ്. 2023 സെപ്റ്റംബർ 28-നാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? CISFനാണ്. CISF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. നിലവിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല ആർക്കാണ്? CISFനാണ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? KR മീരയുടെ ഏത് പുസ്തകമാണ്? ഘാതകൻ എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? J. ദേവികയാണ്. വിവർത്തനം ചെയ്തപ്പോൾ അതിൻ്റെ പേരെന്താണ്? അസാസിൻ എന്നാണ്. അസാസിൻ. വിവർത്തനം ചെയ്തത് J. ദേവിക. ലോക പുസ്തക ദിനം 2024 പ്രമേയം. ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 23 ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക പുസ്തക ദിനം 2024 പ്രമേയം എന്താണ്? റീഡ് യുവർ വേ എന്നതാണ്. റീഡ് യുവർ വേ എന്നതാണ്. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലാണ് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത്. 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം എന്താണ്? 2024 അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ്. അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ. 2024 ഇറാസ്മസ് പുരസ്കാരം ആരാണ്? അമിതാവ് ഘോഷാണ്. അമിതാവ് ഘോഷ്. 2024 ഇറാസ്മസ് പുരസ്കാരത്തിന്റെ പേര് ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം? ധ്വനിപ്രയാണം എന്നത് ആരുടെ ആത്മകഥയാണ്? M. ലീലാവതി. M. ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം വാട്ടർ ഫോർ പീസ് അല്ലെങ്കിൽ ജലം സമാധാനത്തിന് എന്നതാണ് 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം. ഇനി ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് എന്ന് കമന്റ് ചെയ്യുക. ലോക ജലദിനം നമ്മൾ കുറേ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് കമന്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ലോക ജലദിനത്തിന്റെ പ്രമേയം ജലം സമാധാനത്തിന് അല്ലെങ്കിൽ വാട്ടർ ഫോർ പീസ് എന്നാണ്. DRDO ചെയർമാൻ ആരാണ്? DRDO ചെയർമാൻ സമീർ വി കാമത്താണ്. സമീർ വി കാമത്താണ് DRDO ചെയർമാൻ. മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായിട്ട് മാറിയത്. മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത്. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത്
ഹരിഹരനാണ്. ഹരിഹരൻ. പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഹരിഹരൻ. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2024 പത്മപ്രഭ പുരസ്കാരം റഫീഖ് അഹമ്മദ് ആണ്. റഫീഖ് അഹമ്മദ്. പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ്. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജ. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമായ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ ഏത് പേരിലാണ് പ്രവർത്തിക്കുന്നത്? ചൈൽഡ് ലൈൻ പേര് മിഷൻ വാത്സല്യ എന്നാണ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ലൈൻ ഇനി മുതൽ അറിയപ്പെടുന്ന പേര് മിഷൻ വാത്സല്യ. സംസ്ഥാന രൂപവൽക്കരണത്തിനായി ജീവൻ ബലിയർപ്പിച്ചവർക്കായി അമരജ്യോതി എന്ന സ്മാരകം നിർമ്മിച്ച സംസ്ഥാനം ഏത്? സ്മാരകത്തിന്റെ പേരെന്താണ്? അമരജ്യോതി. എന്താണ് പ്രത്യേകത? സംസ്ഥാന രൂപവൽക്കരണത്തിനായിട്ട് ജീവൻ ബലിയർപ്പിച്ചവർക്കായിട്ട് നിർമ്മിച്ച സ്മാരകമാണ് അമരജ്യോതി. ഏത് സംസ്ഥാനത്തിലാണ്? തെലങ്കാനയാണ്. തെലങ്കാന. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുതിയ മത്സര ഇനം ഏതായിരുന്നു? 2024 പാരീസ് ഒളിമ്പിക്സിലെ പുതിയ മത്സര ഇനം ബ്രേക്ക് ഡാൻസ്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതി. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക്. പദ്ധതിയുടെ പേര് കെടാവിളക്ക്. ആർക്ക് വേണ്ടിയിട്ടാണ്? 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കായിട്ട്. സംസ്ഥാനത്ത് കാഴ്ച പരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നടപ്പാക്കുന്ന ബ്രെയിൻ ലിപി സാക്ഷരതാ പരിപാടിയുടെ പേര്. സംസ്ഥാനത്ത് കാഴ്ച പരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് നടപ്പാക്കുന്ന ബ്രെയിൻ ലിപി സാക്ഷരതാ പരിപാടിയുടെ പേരാണ് ദീപ്തി. ദീപ്തി. ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത. ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യത്തെ ഇന്ത്യൻ വനിത വൃന്ദ രതിയാണ്. വൃന്ദ രതി. ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് വൃന്ദ രതി. 2023 ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകൻ ആരാണ്? 2023 ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ലഭിച്ച മലയാളി കബഡി പരിശീലകൻ ഇ ഭാസ്കരൻ. ഇ ഭാസ്കരൻ. ദ്രോണാചാര്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ലഭിച്ച മലയാളിയായ കബഡി പരിശീലകനാണ് ഇ ഭാസ്കരൻ. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിത. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിതയാണ് ശ്വേത കെ സുഗതൻ. ശ്വേത കെ സുഗതൻ. നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി വനിത ആരാണ്? നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി വനിത ആതിര പ്രീത റാണിയാണ്. ആതിര പ്രീത റാണി. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റ് ഏതാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റ് കോട്ടയമാണ്. കോട്ടയം കളക്ടറേറ്റിനാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. കോട്ടയം. ആരുടെ ആത്മകഥയാണ് കനൽ വഴികളിലൂടെ? ആത്മകഥയുടെ പേര് കനൽ വഴികളിലൂടെ. ആരുടേതാണ്? സി ദിവാകരൻ. സി ദിവാകരന്റെ ആത്മകഥയുടെ പേരാണ് കനൽ വഴികളിലൂടെ എന്നത്. ഇന്ത്യയുടെ സഹായത്തോടെ മംഗലദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം ഭൂട്ടാനാണ്. ഭൂട്ടാൻ. ജലവൈദ്യുത പദ്ധതിയുടെ പേരെന്താണ്? മംഗലദച്ചു ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയുടെ സഹായത്തോടെ ഭൂട്ടാനിൽ സ്ഥാപിച്ച ജലവൈദ്യുത പദ്ധതിയാണ് മംഗലദച്ചു ജലവൈദ്യുത പദ്ധതി. 2023 ജൂണിൽ
288 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം ഏതാണ്? 2023 ജൂണിൽ 288 പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ ട്രെയിൻ അപകടം നടന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഒഡീഷ. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രമാണ് ഹോം. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് ഇന്ദ്രൻസിനെ അർഹനാക്കിയ ചിത്രം ഹോം. മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ നൻപകൽ നേരത്ത് മയക്കം സംവിധാനം ചെയ്തത്. നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെലിശ്ശേരിയാണ്. ലിജോ ജോസ് പെലിശ്ശേരി. ആദിത്യ L1 വിക്ഷേപണ തീയതി. ആദിത്യ L1ന്റെ വിക്ഷേപണ തീയതി എന്നാണ്? ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. 2023 സെപ്റ്റംബർ 2. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എന്നാണ്? ചന്ദ്രയാൻ 3 2023 ജൂലൈ 14-നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ തീയതി എന്നാണ്? ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് ഏത് ദിവസമാണ്? 2023 ഓഗസ്റ്റ് 23-നാണ്. 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത്. നീതി ആയോഗ് ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. സുമൻ ബെറി. അടുത്ത ചോദ്യം, കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളുവാണ്. OR കേളു. സംസ്ഥാന ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി. സംസ്ഥാന ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ് ആണ്. വീണ ജോർജ്. ലോകസഭാ സ്പീക്കർ ആരാണ്? ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ്. ഓം ബിർള എത്രാമത്തെ ലോകസഭാ സ്പീക്കർ ആണെന്ന് കമന്റ് ചെയ്യുക. ഓം ബിർളയാണ് ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ. അദ്ദേഹം എത്രാമത്തെ ലോകസഭാ സ്പീക്കർ ആണെന്ന് കമന്റ് ചെയ്യുക. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ആണ്. AN ഷംസീർ ആണ് ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.